ചെങ്കോട്ട സ്ഫോടന കേസ് പ്രതികൾ സമാന സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തുന്നു. i20 എക്കോസ്പോർട്ട് കാറുകൾക്ക് പുറമെ 2 വാഹനങ്ങൾ കൂടി ഈ പ്രതികൾ വാങ്ങിയിരുന്നുവെന്നാണ് സൂചന. ഇവയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് വലിയ ആക്രമണങ്ങൾക്ക് ഇവർ പദ്ധതിയിട്ടിരുന്നതായി ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരിയാണ്. അജീഷ്, യഥാർത്ഥത്തിൽ ഇവർ ചെറിയ അപകടകാരികളല്ല, വലിയ അപകടകാരികളാണ്. പക്ഷേ ഭാഗ്യദോഷം കൊണ്ട് ഇവർക്കത് ചെയ്യാൻ പറ്റാതെ പോയി. അവരുടെ ഭാഗ്യദോഷമാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഭാഗ്യവും. അങ്ങനെ തന്നെയാണ് SK. ഡിസംബർ 6-നോടനുബന്ധിച്ച് ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള സ്ഫോടനം നടത്താനായിരുന്നു ഈ ഭീകരർ പദ്ധതിയിട്ടിരുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ i20 കാറിന് പുറമെ എക്കോസ്പോർട്ട് കാറിന് പുറമെ കൂടുതൽ വാഹനങ്ങൾ ഇവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ ഡൽഹിയിലെ അതിർത്തിയിലേക്ക് എത്തിക്കുമ്പോൾ, ഏതാണ്ട് 2900 കിലോ അമോണിയം നൈട്രേറ്റ് എത്തിക്കുമ്പോൾ അത്രയും വലിയ സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നതായി നേരത്തെ തന്നെ അന്വേഷണ സംഘം ഒരു നിഗമനത്തിലെത്തിയിരുന്നു. അങ്ങനെ ഒരു വിലയിരുത്തലാണ് എത്തിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ കൂടുതൽ കാറുകൾ വാങ്ങിയത്. പല സ്ഥലങ്ങളിൽ കൊണ്ടിട്ട് പൊട്ടിക്കാനായിരുന്നു ഇവരുടെ പദ്ധതി. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ കാറുകൾ വാങ്ങിക്കൂട്ടിയത്. ആദ്യം ഒക്ടോബർ 29-ന് i20 കാർ വാങ്ങുന്നു, വെള്ള i20 കാർ വാങ്ങുന്നു. അതിനുശേഷം എക്കോസ്പോർട്ട് കാർ വാങ്ങുന്നു. അത് ചുവന്ന എക്കോസ്പോർട്ട് ആയിരുന്നു. ആ ചുവന്ന എക്കോസ്പോർട്ട് ഇന്നലെ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഈ വാഹനവും അമോണിയം നൈട്രേറ്റ് കടത്തി ഇത്തരത്തിൽ സ്ഫോടനമുണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് കൂടാതെ മറ്റു 2 വാഹനങ്ങൾ കൂടി ഇവർ വാങ്ങിയതായിട്ടാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അത് എവിടെ നിന്ന് വാങ്ങി? ഈ ഫരീദാബാദിലെ ഈ റോയൽ എന്ന് പറയുന്ന സെക്കൻഡ് ഹാൻഡ് ഡീലറിൽ നിന്ന് തന്നെയാണോ വാങ്ങിയത്, അതോ മറ്റേതെങ്കിലും സ്ഥലത്ത് നിന്നാണോ ഈ വാഹനം വാങ്ങിയത്? അതും ഈ ഉമറും ഈ ഡോക്ടർ മുസമ്മിലും ചേർന്ന് തന്നെയാണോ വാങ്ങിയത്? തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ആ വാഹനങ്ങൾ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവർ പരിശോധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയതുപോലെ ഫരീദാബാദിന്റെയും ഡൽഹിയുടെ അതിർത്തിയിൽ തന്നെ ആണോ ഈ വാഹനങ്ങൾ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഊർജിതമായ തെരച്ചിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വാഹനങ്ങളിൽ ഒരുപക്ഷെ ഈ അമോണിയം നൈട്രേറ്റ്, പിന്നെയും ബാക്കിയുള്ള അമോണിയം നൈട്രേറ്റ് ഉണ്ടാകാമെന്നുള്ള സംശയത്തിലാണ് അന്വേഷണ ഏജൻസികൾ ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.